ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്ത് പണം സമ്പാദിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മൈക്രോ വർക്കേഴ്സ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. www.microworkers.com എന്ന ലിങ്ക് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കിടക്കാം. കുറച്ചുകൂടി എളുപ്പത്തിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ പോയി ക്ലിക്ക് ചെയ്താലും മതി. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈക്രോ വർക്കേഴ്സ് വർക്ക് ആൻഡ് ഏൺ ഓർ ഓഫർ എ മൈക്രോ ജോബ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ആൻഡ് ഇവിടെ മൈക്രോ ജോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ജോബോ വളരെ ലെങ്തി ആയിട്ടുള്ള ജോബ്സ് ഒന്നും ആയിരിക്കില്ല. വളരെ ഷോർട്ടായിട്ട് വളരെ കുറച്ച് ഏർണിങ്സ് നമുക്ക് കിട്ടാവുന്ന ജോബ്സ് ആയിരിക്കും. പക്ഷേ വളരെ സിമ്പിളായിരിക്കും. ആൻഡ് നിങ്ങൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു പോക്കറ്റ് മണി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാനും കഴിയും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 ബട്ടൺ കാണാം. ഒന്ന് ലോഗിൻ ബട്ടൺ ആൻഡ് ഒന്ന് രജിസ്റ്റർ ബട്ടൺ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നത് എങ്കിൽ രജിസ്റ്റർ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സൈൻ അപ്പ് ഫോമാണ് നമുക്ക് ഓപ്പണായി വന്നത്. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കണം, അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. കമ്പനി നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. സോ അവിടെ നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുള്ളൂ. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പർ കേസ് വേണം, ലോവർ കേസ് വേണം, കുറച്ച് ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ. സോ അതെല്ലാം നോക്കി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം അഡ്രസ്, അത് കഴിഞ്ഞാൽ സിപ്പ് കോഡ്, സിറ്റി, സ്റ്റേറ്റ്, കൺട്രി, ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് മെയിൽസോ നോട്ടിഫിക്കേഷൻസോ ഒന്നും വരണം എന്ന് താല്പര്യമില്ല എങ്കിൽ താഴെ കാണുന്ന ബോക്സുകളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടി ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുക. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നെയിമിൽ 2ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വേണമെന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ ലാസ്റ്റ് നെയിം മാറ്റി കൊടുത്ത് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. സോ നമ്മളുടെ മെയിൽ ഓപ്പൺ ചെയ്ത് അവിടെ അവർ അയച്ചിരിക്കുന്ന മെയിലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. സോ സൈൻ അപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഇവിടെ മുകളിൽ ജോബ്സ്, ടാസ്ക്സ് ഐ ഫിനിഷ്ഡ്, മൈ ക്യാമ്പെയിൻസ്, ഡെപ്പോസിറ്റ്, വിഡ്രോ, അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ മൈ ക്യാമ്പെയിൻസ്, ഡെപ്പോസിറ്റ് ഈ 2 ഓപ്ഷൻ നമുക്ക് വേണ്ടതല്ല, വർക്കേഴ്സിനുള്ളതല്ല, അത് എംപ്ലോയേഴ്സിനുള്ളതാണ്. ഓക്കെ, ഇനി താഴെ കണ്ടോ കൺഗ്രാറ്റുലേഷൻസ് യുവർ അക്കൗണ്ട് ഇസ് നൗ ആക്റ്റീവ്. അതിൻ്റെ താഴെ ആർ യു ആൻ എംപ്ലോയർ എന്നുമുണ്ട്, ആർ യു എ വർക്കർ എന്നുമുണ്ട്. സോ നമ്മൾ വർക്കറാണ്. വർക്കറിൻ്റെ താഴെ ലിസ്റ്റ് അവൈലബിൾ ജോബ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾക്ക് ജോബ്സ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജോബ്സ് എന്ന ഫസ്റ്റ് ഓപ്ഷനിലാണ്. സോ ഇവിടെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ മൈക്രോ ജോബ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ ടാസ്കുകൾ കണ്ടില്ലേ? ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് പ്ലസ് ഇൻസ്റ്റാൾ പ്ലസ് സ്ക്രീൻഷോട്ട്. സോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ ഫേസ്ബുക്ക് ആപ്പ് ടെസ്റ്റിംഗ്, സൈൻ അപ്പ്, സ്ക്രീൻഷോട്ട്, അതുപോലെ Etsy ഷോപ്പ്, ഫേവറേറ്റ് പ്ലസ് സ്ക്രീൻഷോട്ട്, ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എഴുതിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ടാസ്കിന് നേരെയുള്ള ഫസ്റ്റ് കോളം പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണോ ഈ ഒരു ടാസ്ക് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ആ ഒരു എമൗണ്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കോളം സക്സസ് റേറ്റ് ആണ്. അതായത് എത്ര പെർസെൻറ്റേജ് ആണ് സക്സസ് റേറ്റ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ഈ ഒരു ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് കോളത്തിൽ കാണിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന കോളമാണ് അടുത്തതായി ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കോളം. അതിൽ എത്ര പേരാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത്. ഔട്ട് ഓഫ് എത്ര പേര്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അവർ 30 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 പേര് ഓൾറെഡി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 10/30 എന്നായിരിക്കും ആ ലാസ്റ്റ് കോളത്തിൽ കാണിക്കുക. സോ നിങ്ങൾ എപ്പോഴും ടാസ്ക് ചൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് പേർ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ ചൂസ് ചെയ്യുക.
ബിക്കോസ് നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് ഫുള്ളായിട്ടുണ്ടാവും, ആ ഒരു ടാസ്ക് റിമൂവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളതും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം കംപ്ലീറ്റഡുമായിട്ടുള്ള ടാസ്കുകൾ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഈ ഒരു ടാസ്ക് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സൈൻ അപ്പ് പോസ്റ്റ് ആൻഡ് ആൻസർ സ്ക്രീൻഷോട്ട്. സോ ഇവിടെ കണ്ടോ 9/30. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടി വരും. താഴെ സെൻഡ് പിൻ ടു മൈ ഫോൺ എന്ന ഓപ്ഷൻ കണ്ടോ ബ്ലൂ കളറിൽ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പിൻ ജനറേറ്റ് ആവും. സോ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന പിന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് പിൻ അടിക്കുക. വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ടാസ്ക് ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ജോബ്സിലേക്ക് തന്നെ പോവാം. ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസ്റ്റ് പേയിങ് സെലക്ട് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ജോലികൾ ഏറ്റവും മുകളിൽ വന്ന് കിടക്കും. കണ്ടോ, $3.50 ഈ ഒരു ടാസ്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോലികളും ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ജോലികൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത്തരം ജോലികൾ തിരഞ്ഞെടുക്കാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അതല്ലാതെയുമുള്ള എളുപ്പമുള്ള ജോലികളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അതെല്ലാം നോക്കി നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഇവിടെ ഈ ഒരു ടാസ്ക് കണ്ടോ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് പ്രൊമോഷൻ. ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എഴുതി സ്ക്രീൻഷോട്ട് വെക്കുകയാണ് വേണ്ടത്. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 0.45 സെൻറ്റ്സ് ആണ്. അത് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 32.65 ഇന്ത്യൻ റുപ്പീസ്, 33 റുപ്പീസ് ആണ് ഏകദേശം. നമ്മൾ ഫേസ്ബുക്കിലൊരു റിവ്യൂ എഴുതി കൊടുത്ത്, നമ്മൾ അതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ എഴുതി കൊടുത്ത് നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളൂ, ഏകദേശം ഫുൾ ആവാറായി. സോ ഇങ്ങനത്തെ ജോലികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ജോലി അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബെസ്റ്റ് വർക്കേഴ്സിൻ്റെ സെക്ഷനിൽ പോയി അവരുടെ ഏർണിങ്സ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഇവിടെ ബെസ്റ്റ് വർക്കേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇവിടെ വർക്കർ നെയിം, അത് കഴിഞ്ഞൊരു സ്റ്റാർസ് ഒക്കെ കണ്ടോ. ഈ സ്റ്റാർസ് അവരുടെ പെർഫോമൻസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ വർക്ക് ചെയ്ത് സക്സസ് റേറ്റ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സ്റ്റാർസും കൂടുതലായിരിക്കും. സോ ഇവിടെ ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. യെസ്, ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർ ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ് കണ്ടോ, $22.3 ആണ് ഏൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോലികൾ സോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യുന്ന വർക്ക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വർക്ക്സ് ആണ്, റിവ്യൂ എഴുതുന്ന വർക്ക്സ് ആണ്, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു കാറ്റഗറി ആണ് സെലക്ട് ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടാസ്കിലും പ്രൂഫായി സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്യണം. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലിങ്ക് ആയിട്ടാണ്. ഇനി എങ്ങനെയാണ് ഒരു സ്ക്രീൻഷോട്ട് ലിങ്കായി കൺവേർട്ട് ചെയ്യുക എന്ന് കാണിച്ചു തരാം. ബ്രൗസർ എടുത്ത് ലൈറ്റ് ഷോട്ട് എന്ന് സെർച്ച് ചെയ്താൽ app.prntscr.com എന്ന വെബ്സൈറ്റ് നിങ്ങളുടെ റിസൾട്ട് പേജിൽ ഏറ്റവും ആദ്യം തന്നെ വരും. അവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലൈറ്റ് ഷോട്ട് എന്ന വെബ്സൈറ്റിലേക്ക് കിടന്നതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്ക് ID വെച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. സോ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് ഒരു ലിങ്ക് ആക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ ബ്രൗസ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് ആയിട്ട് താഴെ കാണാം. സോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത സ്ക്രീൻഷോട്ട് ഇവിടെ താഴെ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കോപ്പീഡ് ആയിരിക്കും. നമുക്കിനി ഈ ലിങ്ക് ഒന്നൊരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം. സോ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒരു പുതിയൊരു വെബ് പേജ് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ലിങ്കാണ് നിങ്ങൾ അവിടെ പ്രൂഫായി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവർക്കും ഈ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അവസാനമായി നിങ്ങൾ ഏൺ ചെയ്ത മണി എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുകൂടി നോക്കാം. സോ ഇവിടെ മുകളിൽ വിഡ്രോ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോൺ നമ്പർ എല്ലാം നിങ്ങൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. താഴെ പ്ലേസ് എ ന്യൂ വിഡ്രോവൽ റിക്വസ്റ്റ് കണ്ടില്ലേ,
അവിടെ ക്ലിക്ക് ചെയ്താൽ വിഡ്രോവൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ട്രാൻസ്പേ, പേയ്പാൽ, അതുപോലെ തന്നെ സ്ക്രിൽ, പയനിയർ, എയർടിഎം, ഇതൊക്കെയാണ് വിഡ്രോവൽ ഓപ്ഷൻസ്. സോ നിങ്ങൾക്ക് ഇവിടെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ട്രാൻസ്പേക്കാണ്. ട്രാൻസ്പേക്ക് 3% ആണ് പ്രോസസ്സിംഗ് ഫീ. അതുപോലെ തന്നെ മിനിമം വിഡ്രോവൽ എമൗണ്ട് $10 ആണ്. സോ എല്ലാം നോക്കി നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായി തോന്നുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കൺഫർമേഷൻ നടത്താം. സോ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ വർക്കേഴ്സ് എന്ന ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്രീ ടൈമിൽ ഇനി നിങ്ങൾക്കും സമ്പാദിക്കാം. ഇത്തരം മണി ഏർണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇൻറ്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 1,00,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ളൊരു ഓഫർ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ആൻഡ് ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ $1 പോലും ഈ ഒരു ഇൻറ്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.